അത് കേരളത്തിൽ തുടങ്ങിയിട്ട് പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു അന്വേഷണമായിട്ട് മാറണം. അപ്പൊ ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, കോളാർ, KGF തുടങ്ങിയ പലയിടങ്ങളിലാണ് ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതർ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആൾക്കാർ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. 100-ലധികം പുതുമുഖങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതില് ഒരുപാട് ആൾക്കാർ അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. റോഡില് ബലൂൺ വിൽക്കുന്ന ആൾക്കാർ, ചെറിയ കുട്ടികള്, ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ ഇതുവരെ വന്ന് നിൽക്കാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും അധികം മുൻഷിപ്പിക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ട്രെയിലർ എവിടെ എത്തണം, എങ്ങനെ എത്തണം, ആരിലേക്കൊക്കെ എത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാവരോടും പറയുകയാണ്. ഒരുപാട് നന്ദി. മുരളിയുടെ 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും പടം കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഇനിയിപ്പോ ഞാൻ അടുത്തതായിട്ട് വിളിക്കുന്നേ ബോബിച്ചനൊരു 2 വാക്ക് പറയാൻ വിളിക്കുന്നത്. ആദ്യം ബോബിച്ച, ഞാൻ പണി മൂവിയിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ബോബിച്ചൻ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ബോബിച്ചന്റെ ആക്ടിംഗ് സ്കില്ല് കണ്ടിട്ട് ബോധം പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. പല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങൾക്കും ഒരു ആക്ടർക്ക് അവിടെ പെർഫോം ചെയ്യാത്തൊരു വേദിയിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ വേദിയിൽ നിന്ന് പെർഫോം ചെയ്യണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വളരെ മികച്ചൊരു ആക്ടറാണ് ആൾ. ഇനിയും ഒരുപാട് വലിയ നിലയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ബോബിച്ചേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിഷാദ് ഹസൻ, ഞാൻ നിഷാദ് പറഞ്ഞ പണിയിലാണ് നിഷാദിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജോജുവിൻ്റെ ഡയറക്ഷൻ ടീമിൽ നിഷാദ് ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്താ പറയുക, പല സന്ദർഭങ്ങളിലും ഒരുപാട് ഞാൻ ഇദ്ദേഹത്തിനെ നോട്ട് ചെയ്തിരുന്നു. പിന്നെ ഇദ്ദേഹം ചെയ്ത വർക്കുകൾ ആദ്യം എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറി ഒരു വേൾഡ് റെക്കോർഡുണ്ട് അദ്ദേഹത്തിന്. ഒറ്റ ഷോട്ടിൽ കട്ടില്ലാതെ 2 മണിക്കൂർ സിനിമ. അതിനുശേഷം അടുത്ത ഞെട്ടീരുമായിട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ ഒരു 15 Pro Maxൽ ഒരു സിനിമ മൊത്തം ഷൂട്ട് ചെയ്ത് അതൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ക്വാളിറ്റിയോടുകൂടി സൗണ്ടും വിഷ്വലി എല്ലാം അതേ ക്വാളിറ്റിയോടുകൂടി ചെയ്ത് ഒരുപാട് പുതുമുഖങ്ങൾ. അത് മാത്രം എനിക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 100 പേരെയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടി വരും. എനിവേ, ഞാൻ നിഷാദ് ഈ ചടങ്ങിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എത്താം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള സിനിമകളും ഇങ്ങനെയുള്ള കലാകാരന്മാരെയും ജനങ്ങൾ കാണണം. അങ്ങനെയുള്ള ഒരു എഫോർട്ട്, അതായത് ഒരിടത്തുനിന്ന് ട്രാവൽ ചെയ്ത് ചെറിയൊരു ടീം ഫോം ചെയ്ത് കേരളത്തിൽ നിന്ന് തുടങ്ങി ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്ത് ആണ് അവർ തിരിച്ച് കേരളത്തിലെത്തുന്നത്. അപ്പൊ ഇതിന്റെ ജേർണിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിവേ, ട്രെയിലർ കാണാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. സിനിമ 3-ാം തീയതി റിലീസ് ആവണം ഏപ്രിൽ. ഒരു ഗംഭീര വിജയമായി മാറട്ടെ. എല്ലാവരിലോട്ടും ഈ സിനിമ എത്തട്ടെ. താങ്ക് യു. അത് എന്റെ ഏതോ പടം കണ്ട ആരാണ് മതി, ഈ ലൈറ്റൊക്കെ മതി. കാരണം ഞാൻ സത്യം പറഞ്ഞ ഇത് യാദൃച്ഛികമായിട്ട് വന്ന ഒരു ഫംഗ്ഷനാണ്. കാരണം ഞാനിപ്പോൾ നമ്മൾ ഡെയിലി ഫോണിലൂടെ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരനാണ് ബോബിച്ചാൻ. അപ്പോൾ ബോബിച്ചാൻ നമ്മളുടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ പണിയിൽ അസോസിയേറ്റ് നിഷാദ് ഹസൻ. അപ്പോൾ അവൻ്റെ ഒരു ഫിലിം ഇങ്ങനെ വരുന്നുണ്ട്. അവന് നിനക്കറിയാമോ, ആക്ഷൻ കട്ടിൽ പടം നിർത്തിയ ആള് ഇപ്പൊ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ അത് കൊള്ളാലോ, എന്നാൽ ഞാനും വരാം. റൂമിൽ കിടന്ന ഞാനും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തു. പക്ഷെ എന്ത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഐഫോണിലും അതിൻ്റെ താഴെയുള്ള എല്ലാ ഫോണിലും ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഒരു സാധനം എന്തിനാണ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ വളർച്ച. ഇതുപോലെ മിടുക്കനാണ്. ഇപ്പോൾ ഗിന്നസ് ബുക്കിലൊക്കെ അടിച്ചു കയറിയതല്ലേ. ഇപ്പൊ ഈ പടത്തിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇത് പ്രൊഡ്യൂസ് ചെയ്ത മുരളിച്ചേട്ടനും അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ബോബിച്ചായ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ വിഷമം നമുക്കും ഉണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോൾ അതൊന്നും സാരമില്ല പോട്ടെ. എന്നാലും അതിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇവിടെ വന്ന എല്ലാ ഗസ്റ്റുകൾക്കും ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. ഈ പടം ഒരു ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ട്രെയിലർ പ്ലേ ചെയ്താലോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട്